ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ പൊതുപരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൽ അനുവദിച്ചില്ലെന്ന് സ്ഥിരീകരിച്ച് DDയുടെ റിപ്പോർട്ട്. രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും വിദ്യാർത്ഥിക്ക് ഹോൾ ടിക്കറ്റ് നൽകിയില്ല, പഠിക്കാൻ കൂടുതൽ സമയം നൽകുകയായിരുന്നു എന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ ന്യായം. നിഖിൽ പരമേശ്വർ വിവരങ്ങളുമായി. നിഖിൽ, അതൊരു വല്ലാത്ത ന്യായമായി കേട്ടോ. അതായത് പരീക്ഷ എഴുതിക്കാതെ, അതായത് പ്രധാനപ്പെട്ട ഒരു പൊതുപരീക്ഷ എഴുതിക്കാതെ പഠിക്കാൻ കൂടുതൽ സമയം കൊടുക്കുകയായിരുന്നു എന്നൊക്കെ ന്യായം പറയണമെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ നിഖിൽ. തീർച്ചയായിട്ടും ഹാഷ്മി, ഇത് വളരെ വിചിത്രമാണ് പ്രിൻസിപ്പലിന്റെ വാദം. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത സ്ഥിരീകരിക്കുന്നതാണ് DDയുടെ റിപ്പോർട്ട്. DDയെ ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹത്തോട്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം, ഇതിൽ പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ല എന്ന് തങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. രക്ഷിതാവിനൊപ്പം എത്തിയിട്ടും ഹാൾ ടിക്കറ്റ് നൽകാൻ തയ്യാറായി. ഞാൻ ആദ്യമായി കേൾക്കുകയാണ് ഒരു വിദ്യാർത്ഥിക്ക് അന്നത്തെ പരീക്ഷയ്ക്ക് അന്ന് രാവിലെ ഹാൾ ടിക്കറ്റ് നൽകുന്ന രീതി. സാധാരണ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഹാൾ ടിക്കറ്റ് നൽകും. അത് കുട്ടിയുടെ കൈകളിലാണ് സൂക്ഷിക്കുന്നതും സൂക്ഷിക്കേണ്ടത്. അല്ലാതെ രാവിലെ സ്കൂളിൽ നിന്ന് അധ്യാപകർ ഈ ഹാൾ ടിക്കറ്റ് നൽകി നേരെ പോയി പരീക്ഷ എഴുതുന്നതല്ല രീതി. എന്തായാലും ഈ കുട്ടിക്ക് അന്ന് ഹാൾ ടിക്കറ്റ് നൽകാത്തതിനാലാണ് ഫിസിക്സ് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് DD വ്യക്തമാക്കുന്ന കാര്യം. ഇനി RDD, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകും. ഇതിനിടയിലാണ് ഈ പ്രിൻസിപ്പലിന്റെ വിചിത്രമായ ഒരു മറുപടി കൂടി വരുന്നത്. പഠിക്കാൻ കൂടുതൽ സമയം നൽകി എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്, പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളും വിജയിച്ചാൽ 100% വിജയം എന്ന് സ്കൂളുകൾക്ക് അവകാശപ്പെടാൻ കഴിയൂ. അതിലൊരു കുട്ടി പരാജയപ്പെട്ടാൽ പോലും അത് 99% അല്ലെങ്കിൽ അതിന് 100-ൽ കുറവ് എന്നുള്ള രീതിയിൽ മാത്രമേ കാണിക്കൂ. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ കുട്ടിയെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കിയത് എന്നുള്ള കാര്യം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാണ്. മന്ത്രി V ശിവൻകുട്ടി നേരത്തെ നമ്മുടെ വാർത്തയോട് പ്രതികരിക്കുമ്പോൾ ബാക്കി പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഫിസിക്സ് പരീക്ഷ എഴുതാൻ അനുവദിക്കാതെ കൃത്യമായ സാഹചര്യം ആ സമയത്ത് മന്ത്രിക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പോൾ മന്ത്രിക്ക് അത് പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ രണ്ട് വശങ്ങളും കേട്ടുകൊണ്ടുള്ള ഒരു ബോധ്യപ്പെടൽ കൂടിയാവില്ലേ ഈ DDയുടെ അന്വേഷണ റിപ്പോർട്ട് നിഖിൽ? തീർച്ചയായിട്ടും ഹാഷ്മി, ഇതിപ്പോൾ RDD വഴി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കാണ് റിപ്പോർട്ട് കൈമാറുക. അദ്ദേഹത്തിന് നമ്മുടെ ലൈവിൽ സംസാരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗത്തിന്റെ വാദം മാത്രമല്ല കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇരു ഭാഗങ്ങളും കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമാകും. ഇത് മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്ന റിപ്പോർട്ട് കൂടി ലഭിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. എന്തായാലും ആ കുട്ടിയുടെ ഈ പൊതുപരീക്ഷ നഷ്ടമായി. അതിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എക്സാം മാത്രമേ എഴുതാൻ കഴിയൂ. എല്ലാ കുട്ടികളുടെയും റിസൾട്ട് വരുമ്പോൾ അന്ന് ഈ കുട്ടി പരാജയപ്പെട്ടതായാണ് കാണിക്കുക. അതായത് എഴുതാത്ത പരീക്ഷ സ്വാഭാവികമായിട്ടും പരാജയപ്പെട്ടു എന്നാണ് കാണിക്കുക. അതിനുശേഷം പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷ എഴുതിയാൽ മാത്രമേ കുട്ടിക്ക് ഉപരിപഠനത്തിനടക്കം അപേക്ഷിക്കാനാകൂ. ഇത് ഈ സ്കൂളിൽ കാലങ്ങളായി തുടരുന്ന ഒരു രീതിയാണ് എന്നുള്ള വിമർശനം കൂടി പല കോണുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. നിഖിൽ പരമേശ്വറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിഖിൽ ചെയ്ത ആ വാർത്തയുടെ സ്ഥിരീകരണം കൂടിയാവുന്നു, 100% സ്ഥിരീകരണം കൂടിയാവുന്നു DDയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇനി നോക്കാം.